ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഗ്രീൻ പീസും പാലപ്പവും ഉണ്ടാക്കുന്നത് കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ ഓരോ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു വറയും കൂടെ താളിച്ച് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. പിന്നെ നമ്മളിത് പാലപ്പവും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ അപ്പോൾ ഇതുപോലെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുവാണ് പാലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം നമുക്ക് പാലപ്പം ആണെങ്കിൽ കോരി ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയമൊക്കെ എടുക്കും. പിന്നെ കുറച്ച് മാവ് മിച്ചം വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും എളുപ്പമാണ്. ഒരുപാട് സമയമൊന്നും സ്റ്റൗവിൻ്റെ നിന്ന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇന്നിപ്പം ഒരുപാടൊന്നും അരി അരച്ചതില്ല. നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ മാത്രമേ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പം ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മോൾക്ക് കഴിക്കാനും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഇന്ന് ചോറ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനും കൂടെ ഞാൻ അപ്പവും ഗ്രീൻ പീസ് കറിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ മോളിതേ റെഡിയായിട്ട് വന്നു. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടെ പാത്രത്തിലേക്ക് അപ്പവും കറിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ചോറ് കൊടുത്തു വിടാമെന്ന് വെച്ചെന്നാൽ എപ്പോഴും ചോറ് അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ അപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ ആണെങ്കിൽ പിന്നെ കൊണ്ടുപോകും. ഇഡലിയും ചമ്മന്തിയോ സാമ്പാറൊക്കെ ആണെങ്കിൽ അതും കൊണ്ടുപോകാറുണ്ട്. പിന്നെ വൈകിട്ട് വരുമ്പോഴായിരിക്കും ചോറൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കൊണ്ടുപോകാനുള്ളതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സൈക്കിളിലാണ് പോകുന്നത്. സൈക്കിൾ കഴിഞ്ഞ ദിവസം പോയിട്ട് രണ്ടുപേരും കൂടെ കൊണ്ടുപോയി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ മോൻ വണ്ടിയെ കൊണ്ട് ചെന്നാക്കും. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവൾ സൈക്കിളിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ മോള് കോളേജിലേക്ക് പോയതിന് ശേഷമാണ് ഞങ്ങൾ കാപ്പി കുടിച്ചത്. അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥയാണ്. നമുക്ക് നല്ല അത്യാവശ്യം വെയിലൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങളിതേ കഴിക്കാനൊക്കെ എടുത്തു വെച്ച് അതിന് ശേഷമാണ് പിന്നെ ഉച്ചയ്ക്കുള്ളതൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ചോറ് വയ്ക്കണം. പിന്നെ കറിക്ക് ചെറിയ മത്തിയായിരുന്നു കിട്ടിയത്. അപ്പോൾ അതുണ്ട്. പിന്നെ തലേ ദിവസത്തെ കുറച്ച് കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ അരി ഇട്ടിട്ടുണ്ട് കുക്കറിൽ. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ച ക്ലോവിക്കാണിത്. അപ്പോൾ അതവിടെ ഇരിക്കുന്ന കണ്ടപ്പം കഴിഞ്ഞ ദിവസം ഇട്ട് വെച്ചതേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം ഇന്നാണ് എടുത്ത് നോക്കുന്നത് ഇത് എങ്ങനെയുണ്ട്, നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാകുന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഒരെണ്ണം ഞാൻ അതിലേക്ക് എടുത്ത് ഒന്ന് ഉടച്ച് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്കൊക്കെ. അപ്പോൾ ഞാൻ ഒരെണ്ണം കയ്യിലെടുത്തിട്ട് ഒന്ന് നെക്കി നോക്കി. അപ്പോൾ നന്നായിട്ട് അവിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല പുളിയും ഉപ്പൊക്കെ പിടിച്ചിരിക്കും, ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ അതങ്ങനെ. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസം ചെമ്മീൻ കിട്ടിയിട്ട് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വറുത്തരച്ച് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് വേറൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ വറുത്തരച്ച ചെമ്മിക്കറിയുടെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയിട്ട് അത് കണ്ടില്ല. എന്തോ എൻ്റെ കൈ തട്ടിയിട്ട് എങ്ങനെയോ അത് ഡിലീറ്റായി പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സവോള ഇതെല്ലാം ഒന്ന് വഴറ്റുന്ന അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ആ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കിട്ടിയില്ല. ഇനിയിപ്പോൾ വേറൊരു ദിവസം ഞാൻ ഇടാം. അപ്പോൾ മാങ്ങ കുറച്ച് മുളകും ഉപ്പുമൊക്കെ തിരുമ്മി എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ കുക്കുംബറും അരിഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഉപ്പും മുളകും ഒക്കെ പുരട്ടി വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഉച്ച സമയത്തൊക്കെ ഇതിങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതിനത് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ അരിഞ്ഞത് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഉടച്ച് അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ മത്തിയാണ് കിട്ടിയെന്നത് മുളകിൽ പൊള്ളിച്ചെടുത്തത്. അപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലായിരുന്നു. തേങ്ങ അരച്ച് കറി വെച്ചെന്നാൽ ഇവിടെ അങ്ങനെ ആ കറിയൊന്നും അത്ര ഓടത്തില്ല. കാര്യം മുളകിലാണ് വെക്കുന്നതെങ്കിൽ മാത്രമേ എല്ലാവരും ഒക്കെ ഒന്ന് കൂട്ടുകയുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ നമുക്കൊന്ന് ഒന്നുകൂടി അടപ്പി വെച്ച് ഒന്ന് വരട്ടിയൊക്കെ എടുക്കണ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിറ്റേ ദിവസം കൂട്ടാനാണല്ലോ മീൻകറിയൊക്കെ നല്ലതല്ലേ. നമ്മൾ അന്ന് വെക്കുന്നതിനേക്കാളും നല്ലത് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നല്ല വെയിൽ കണ്ടതുകൊണ്ട് ഒരുപാട് തുണിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇത് കല്ലിലലക്കിയതല്ല, ഇത് മെഷീനിൽ ഇട്ട് കഴുകിയതാണ്. ഇത്രയും തുണിയൊന്നും നമുക്ക് കല്ലിൽ അലക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണങ്ങാൻ വേണ്ടി. അപ്പോൾ എല്ലാം നല്ല വെയിലായത് കാരണം എല്ലാം പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
എല്ലാം ഒന്ന് ഞാൻ പെട്ടെന്ന് എടുക്കണം. നല്ല വെയിലാണ്. എനിക്കാണെങ്കിൽ വെയിൽ കൊണ്ട് എനിക്ക് തലവേദന ഉണ്ടാവും. ചെറിയ വെയിൽ കൊണ്ടാലും മതി, പെട്ടെന്ന് തലവേദന ഉണ്ടാവും. അത് കാരണം എത്രയും വേഗം കയ്യിലേക്ക് എല്ലാം വാരി വാരി എടുത്തിട്ട് പോരാന്നുള്ള ഇതിൽ തത്രപ്പാടിലാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊക്കെ എടുക്കുകയാണ്. നല്ല ചൂടുണ്ട് വെയിലിന്. അപ്പം ഞാൻ 2 പ്ലാസ്റ്റിക്കിൻ്റെ ഭരണി ഞാൻ കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. പഴയൊരു ടീപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പാത്രമൊക്കെ കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കണതാണ്. അപ്പം ഞാനതോട് അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തുകൊണ്ട് പോരണം. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ തുണികളൊക്കെ ഒന്ന് പെട്ടെന്ന് എടുത്തിട്ട് വേണം. ഇനി അത് തുണി മടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം അത്യാവശ്യം നമ്മളിത് എടുത്ത് അകത്ത് കൊണ്ട് കട്ടിലിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോലെ മടക്കിയാൽ മതിയല്ലോ. വെയിലത്തുനിന്ന് എത്രയും പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം തുണികളൊക്കെ എടുക്കുന്നത്. പിന്നെ ചിലതൊക്കെ ഇലാസ്റ്റിക് ഉള്ളതൊക്കെ കുറച്ച് നനവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തന്നെ അതവിടെ കിടന്നോട്ടെ, പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് എടുക്കാമല്ലോ വിചാരിച്ച് അതൊക്കെ അവിടെ ഇട്ടിട്ട് നന്നായിട്ട് ഉണങ്ങിയത് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം എടുത്തിട്ട് ഞാൻ അകത്തേക്ക് പോരാനൊരുങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചെന്നേ ഭരണി ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് ഒന്നുകൂടെ വെയിലത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോയത്. അങ്ങനെ കുറച്ചുകൂടെ വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ പോന്നു. പിന്നെ ചായ വയ്ക്കാൻ സമയമായി. പിന്നെ മോള് വരാനും സമയമായിട്ടുണ്ടായിരുന്നു. അത് തന്നെയല്ല, അനുവിന് PSCയുടെ ക്ലാസ്സിന് പോകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. അവിടെ ഒരു PSCയുടെ കോച്ചിങ് സെൻറ്ററിൽ ക്ലാസ്സിന് പോകാറുണ്ട്. അപ്പോൾ വൈകുന്നേരത്താണ്. അപ്പോൾ മോൻ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ വെച്ച് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അങ്ങനെ അവർ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.